ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഘടകമാണ് പണം. പണത്തിൻ്റെ സാന്നിധ്യം വളരെ അത്യന്താപേക്ഷിതമാണ് ജീവിതത്തിൽ. നമുക്ക് വേണ്ട പല ഉൽപ്പന്നങ്ങളും, പല സേവനങ്ങളും, പല ഉപഭോഗ വസ്തുക്കളും അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളും എല്ലാം പണം കൊടുത്ത് മാത്രമേ വാങ്ങാൻ കഴിയൂ. പണമില്ലെങ്കിൽ അത് നമ്മളെ അസ്വസ്ഥരാക്കും. നമ്മുടെ സമാധാനം നശിപ്പിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പണമുണ്ട് എന്നുള്ള കാരണം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ പണം ആവശ്യത്തിനുണ്ട് എന്ന കാരണം കൊണ്ട് മാത്രം സമാധാനം നമുക്കുണ്ടാകും എന്ന് പറയാൻ കഴിയില്ല. സമാധാനം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്രത്യേക അവസ്ഥയാണ്. നിലവിലുള്ള ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സന്തോഷം കണ്ടെത്താൻ അല്ലെങ്കിൽ സംതൃപ്തി കണ്ടെത്താൻ കഴിയുന്ന മനസ്സിന്റെ ഒരു അവസ്ഥയാണ് സമാധാനം. അപ്പോൾ പണമില്ലാത്തപ്പോൾ സമാധാനം കണ്ടെത്താൻ കഴിയാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ അസ്വസ്ഥനാകുന്ന ഒരാൾക്ക് പണം ഉണ്ടായാലും സമാധാനം ഉണ്ടാകും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഏത് സാഹചര്യത്തിലും സമാധാനം കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ശക്തിയായിട്ട് വരിക. ഏത് സാഹചര്യത്തിലും സമാധാനിക്കാനുള്ള ആ വകകൾ കണ്ടുപിടിക്കുക, അതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ സന്തോഷിക്കാൻ ശ്രമിക്കുന്ന ആൾക്ക്, അവന് സന്തോഷിക്കാനായിട്ട് ഇഷ്ടംപോലെ സാഹചര്യങ്ങൾ അവന് ചുറ്റും കണ്ടെത്താൻ കഴിയും. എന്നാൽ അസ്വസ്ഥനാകേണ്ട ഒരാൾക്ക്, അല്ലെങ്കിൽ അസ്വസ്ഥനാകുന്ന ഒരാൾക്ക് അസ്വസ്ഥതപ്പെടാനായിട്ട് ഇഷ്ടംപോലെ സാഹചര്യങ്ങൾ ചുറ്റിനും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ രണ്ടും ഒരാളുടെ തിരഞ്ഞെടുപ്പാണ്. ഏതിനെയാണോ തിരഞ്ഞെടുക്കുന്നത് ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഉൽപ്പന്നം, അതാണ് അയാൾക്ക് കിട്ടുക. സന്തോഷമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അയാൾക്ക് സന്തോഷം കിട്ടും. സമാധാനം തിരഞ്ഞെടുക്കുന്നവൾക്ക് സമാധാനം കിട്ടും. അസ്വസ്ഥത തിരഞ്ഞെടുക്കുന്ന ആൾക്ക് അസ്വസ്ഥത കിട്ടും. അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം പൈസ ഉണ്ടാക്കിയാലും അതിനേക്കാളും വലിയ കാര്യം ഏത് സാഹചര്യത്തിലും സന്തോഷം കണ്ടെത്താൻ, സംതൃപ്തി കണ്ടെത്താൻ, അതിന് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. എവിടെയും എപ്പോഴും ഏത് സാഹചര്യത്തിലും സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്ന ഒരാളുടെ കയ്യിൽ പണം കിട്ടിയാൽ അത് ശരിക്കും സ്വർഗമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.